ബട്ട് അതാണ് കേട്ടോ ടെമ്പിൾ കണ്ടില്ലേ, അവിടെ ഒരു കളർ കണ്ടോ, അവിടത്തേക്കാണ് പോകേണ്ടത്. അപ്പം ഇവിടെ മുഴുവൻ മ്യൂസിക്കും ആൾക്കാരും തിരക്കൊക്കെയാണ്. പരമാവധി ഞാൻ വീഡിയോസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അത്രത്തോളം എനിക്ക് അറിയത്തില്ല ഇനി കാണാൻ പറ്റുമെന്നുള്ളത്. ശരിക്കൊരു ഷോപ്പ് ഉണ്ടോ, നമുക്കൊരു ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അവരുപയോഗിക്കുന്ന മെഷീനും ഒന്നും കണ്ടില്ലേ. ഇവിടെ മുഴുവൻ ആൾക്കാർ തന്നെയാണ്. എത്രത്തോളം ഗ്യാരണ്ടി എന്നുള്ളത് ഒരു ഒന്നും പറയാൻ പറ്റില്ല. സേഫ്റ്റിയും കാര്യങ്ങളൊന്നും പറയാനേ പറ്റില്ല. ഇവിടെ എല്ലാം മുഴുവൻ അത് തന്നെയാണ്, ആൾക്കാർ തന്നെയാണ് മുഴുവൻ ഏരിയയും. ഈ പോകുന്ന ആൾക്കാരൊക്കെ അത്രയേ ഉള്ളൂ. ഒരു 10 രൂപ 20 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു പോലീസ് വെഹിക്കിൾ വരുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി പ്രോബ്ലം. ഹായ് ഹലോ നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴും സുജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഞാനൊരു ടെമ്പിളിലേക്ക് പോകണം. ആ ടെമ്പിളിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ പ്രത്യേകത എന്നറിയോ, ആയിരക്കണക്കിന് ആൾക്കാർ പല സ്ഥലത്തു നിന്നും നടന്നിട്ടാണ് ഈ ടെമ്പിളിലേക്ക് പോകുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് ബൈക്കിലാണ് കേട്ടോ. കണ്ടില്ലേ പോലൊക്കെ ആൾക്കാരെ കണ്ടില്ലേ. ഇവരൊക്കെ ഒരു ടെമ്പിളിലേക്ക് കിലോമീറ്റർ നടന്ന് പോവാണ്. ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-8 കിലോമീറ്റർ പോകാനുണ്ട്. അത്രയും കിലോമീറ്ററും ആൾക്കാർ നടന്നിട്ടാണ് പോകുന്നത്. ഞാൻ കാണിച്ചില്ല കേട്ടോ. പല സ്ഥലത്തും പോകുന്ന വഴിക്ക്, ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബാബ രാംദേവ് ടെമ്പിളാണ്, രാജസ്ഥാനിലെ പ്രഗത്ഭമായൊരു ടെമ്പിളാണ് കേട്ടോ. ആ ടെമ്പിളിൻ്റെ ഇന്നത്തെ കാഴ്ചയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ആൾക്കാരൊക്കെ പോകുന്ന അവിടത്തേക്കാണ്, ടെമ്പിളിൽ നടന്നു പോവാണ്. എന്താണ് ഇവിടെ ഇത്രയും ആൾക്കാർ? ഇതെന്തോ സംഭവിച്ചോ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇറങ്ങൂടോ. ബേരുജി ചൊരായ എന്നൊരു സ്ഥലമാണ്, ജോധ്പൂരാണ്. ജോധ്പൂരിലാണ് പ്രധാനപ്പെട്ട ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് വഴി പോയാലും നമുക്ക് എത്തും. അതുപോലെ തന്നെ ഈ റോഡ് വഴി പോയാലും നമ്മളെത്തും. ഞാനിപ്പോൾ റോഡ് വഴിയാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം. ആൾക്കാരൊക്കെ അവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. രാജസ്ഥാനിൽ ഒരു കർണാടക രജിസ്ട്രേഷൻ കാർ, റെഡ് കാർ. എല്ലാവരും ലെഫ്റ്റിലേക്കാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് മെഹ്റാൻഗട്ട് ഫോർട്ടും ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മെഹ്റാൻഗട്ട് ഫോർട്ട്. അതുപോലെ തന്നെ ടൂർജിക്കൽ ജൽറ. ഭയങ്കര ഹോണാണ് ഇവിടെ, കണ്ടില്ല. എല്ലാം ഫുൾ ആൾക്കാരാണ്. ഒരു ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെ കണ്ടില്ല, ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇവിടെ നിൽക്കണ്ടില്ല. ഈ റോഡ് നേരെ പോവുകയാണെങ്കിൽ നേരെ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് എയർപോർട്ടാണ് കേട്ടോ, ജോധ്പൂർ എയർപോർട്ടാണ്. ഈ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്നവരാണ്, കണ്ടില്ലേ. ആ ഒരു റോഡ് പോവുകയാണെങ്കിൽ നമ്മൾ എയർപോർട്ട് എത്തും. ഇത് പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങോട്ടേക്ക് എത്തും. ഈ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഗണപതിൻ്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് ഇവിടുന്ന്. ഒരുപാട് ഗണേശ് വിഗ്രഹം, അതൊക്കെ മട്ടാണ് കേട്ടോ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് മ്യൂസിക് ആയിരിക്കും കേട്ടോ, ഫുൾ ലൈറ്റ് കളർഫുൾ. നോക്കൂ അങ്ങോട്ടേക്ക്. ഇപ്പം രാത്രി സമയം ഒരു 10 മണിയാകാനായി. ഇവിടെ ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പോകാനുണ്ട്. ആലോചിച്ച് നോക്കി, ഇത്രയും കിലോമീറ്റർ പോയിട്ട് ആൾക്കാർ നടന്നിട്ടാണ് വരുന്നത്. നമ്മൾ വണ്ടിയിൽ പോയിട്ട് പോലും എത്തുന്നില്ല, കണ്ടില്ലേ. ആൾക്കാർ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടില്ലേ. ഇത് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ കേട്ടോ, അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ആണ്, നടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ട്. ഡിവോട്ടീസും കാര്യങ്ങളൊക്കെയാണ്. അവർ ആ നടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇവരുടെ കയ്യിലൊരു സാധനം കാണിച്ചു തരാം, കണ്ടില്ലേ. അവരുടെ കയ്യിലൊരു കുതിരയുണ്ട് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എത്താനായി കേട്ടോ, കണ്ടില്ലേ. ഹെൽമെറ്റ് നിർബന്ധം കേട്ടോ, 2 പേർക്കുണ്ടെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വേണം, അല്ലെങ്കിൽ പോലീസ് ഓടിക്കില്ല ആർക്കെങ്കിലും. കണ്ടില്ലേ ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലേ, ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാൻ ഇവിടെ കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഏകദേശം തിരക്ക് തുടങ്ങി കേട്ടോ. ഇവിടുന്ന് തൊട്ട് നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ശബ്ദം കിട്ടുമെന്ന് എനിക്കറിയാൻ സാധ്യതയില്ല.
ഇപ്പം നല്ല ആൾക്കാരും ബഹളവും കാറും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി എത്രത്തോളം ആൾക്കാർ അടുത്തടുത്ത് വരാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് പ്രശ്നം വരുന്നത് മ്യൂസിക് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള DJ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല, ഇവിടെ ലൈറ്റ് കുറവാണ്. എന്നാലും നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോവാണ്. കേട്ടോ അതാണ് കേട്ടോ ടെമ്പിൾ, കണ്ടില്ലേ അവിടെ ഒരു കളർ കണ്ടോ, അവിടത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ മുഴുവൻ മ്യൂസിക്കും ആൾക്കാരും തിരക്കൊക്കെയാണ്. പരമാവധി ഞാൻ വീഡിയോസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അത്രത്തോളം എനിക്ക് അറിയത്തില്ല ഇനി കാണാൻ പറ്റുമെന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുസും ഉണ്ട് കേട്ടോ. മുസ്ലിംസ് എന്താ വെച്ചാൽ അവരും ഈ പാവരാംദേവിനെ വർഷിപ്പ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അങ്ങനെ അവസാനം ഇവിടെ എത്തിയോട്ടെ, എൻ്റെ ഫ്രണ്ട് ഏരിയയിലെത്തി. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നമുക്ക് നടന്നു പോകണം. ഇനി ഇവിടെ പോലീസ് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ഈ കാണുന്ന ബൈക്കോ അല്ലെങ്കിൽ കാറോ കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് കയറ്റി വിടില്ല. ഇവിടെ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ പാർക്കിംഗ് ഏരിയ മാത്രമേ ഉള്ളൂ. പോലീസുകാർ കണ്ടില്ലേ, ഫുൾ ഏരിയ ബ്ലോക്കാണ്. അവർ കണ്ടില്ലേ അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ബലൂൺ വിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആ കുട്ടിയൊന്നും കടത്തി പോലും വിടുന്നില്ല. പോലീസുകാരും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വണ്ടികൾ വേറെ സ്ഥലത്തേക്ക് തിരിച്ചു വിടുകയാണ്. ഇപ്പം ചെയ്യാൻ പോകുന്നത് നേരെ നമ്മളിവിടെ നടന്നു പോവാണ്. ഞാനിപ്പോൾ നേരെ നടന്നു പോകാൻ വേണ്ടി പോവാണ്. ഈ ഒരു റോഡ് വഴി നേരെ നടന്നുള്ളിലേക്ക് പോവാണ്. അപ്പം നേരെ നമുക്ക് കാഴ്ചകൾ കാണാം. വരും. കണ്ടില്ല അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഉള്ളിലെത്തി. ഇനി ഇവിടെ നടന്നാ കേട്ടോ പോകുന്നത്. ആ ടെമ്പിളിലേക്ക് നടന്നിട്ടാണ് പോകുന്നത്. മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ചളിയും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല ആൾക്കാരും റെസ്റ്റ് എടുക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ. ഇതാണ് കാഴ്ചകൾ. ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന വഴിക്ക് പലരും ടാറ്റു അടിക്കുന്നുണ്ട് കേട്ടോ. ടാറ്റു അടിക്കുന്ന സമയത്ത് ഇവിടെ ഞാനൊരു ടാറ്റു കണ്ടു. കണ്ടില്ലേ? ഈ ഒരു മയിൽപ്പീല കേട്ടോ വരക്കണേ. ഈ ഒരു മയിൽപ്പീലാണ് വരക്കണേ. കണ്ടോ? ശരിക്കൊരു ഷോപ്പ് ഉണ്ടോ? നമുക്കൊരു ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അവരുപയോഗിക്കുന്ന മെഷീനും ഒന്നും കണ്ടില്ലേ. ഇവിടെ മുഴുവൻ ആൾക്കാർ തന്നെയാണ്. എത്രത്തോളം ഗ്യാരണ്ടി എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. സേഫ്റ്റിയും കാര്യങ്ങളൊന്നും പറയാനേ പറ്റില്ല. ഇവിടെ എല്ലാം മുഴുവൻ അത് തന്നെയാണ്, ആൾക്കാർ തന്നെയാണ് മുഴുവൻ ഏരിയയും. പോകുന്ന ആൾക്കാരൊക്കെ അത്രയേ ഉള്ളൂ. 10 രൂപ 20 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരെ ഇനി പോവാം. നേരെ ഉള്ളിലേക്ക് പോയിട്ട് ടെമ്പിളൊന്ന് കാണാം. അതാണ് മെയിൻ ഉദ്ദേശം. ഫൈനൽ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതാണ് ടെമ്പിൾ കേട്ടോ. അവിടേക്കാണ് നടന്നു പോകേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കൂ, ഫ്രണ്ട് ഏരിയ മുഴുവൻ ബ്ലോക്കാണ്. ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ആൾക്കാർ വന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകാൻ പറ്റില്ല. ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ നടന്ന് ഉള്ളിലേക്കൂടെ നടന്നിട്ട് വേണം ഈ ഒരു എൻട്രൻസ് വഴി മുന്നേറ്റ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നടന്നിട്ട് വേണം ഇങ്ങനെ പോകാൻ വേണ്ടി. അവിടേക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല ടെമ്പിളിൻ്റെ ഭംഗിയുണ്ടോ? ഈ ഒരു ഔട്ട് സൈഡ് മുഴുവൻ കണ്ടില്ലേ, കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇന്ന് രാത്രിയും കൂടെ ഉള്ളൂന്നാണ് എനിക്ക് അറിയാൻ പറ്റത്. ഇന്ന് രാത്രി അതുപോലെ തന്നെ നാളെ പകലുമാണ്. പകൽ ആൾക്കാർ കുറവായിരിക്കും, രാത്രി ആയിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടാവുക. കണ്ടില്ലേ മുഴുവൻ ഷോപ്പും ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടേക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഇനി നേരെ പോട്ടെ. ഇനി നേരെ നടന്നു പോവാണ് ഫ്രണ്ടിലേക്ക്. കണ്ട് ഈ ഒരു റോഡ് വഴി നേരെ മുന്നോട്ട് നടന്നിട്ട് അവിടുന്ന് ഈ ഒരു റോഡിലേക്ക് വരണം. ഇങ്ങനെ പോയിട്ട് അവിടെ റോഡുണ്ട്, ആ ക്രോസ് ചെയ്തിട്ട് ഈ റോഡിലേക്ക് വന്നിട്ട് ഇതിലേ പോയിട്ട് എൻട്രൻസ് കയറിയിട്ട് വേണം ആ കാണുന്ന ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നടന്നു പോകാൻ വേണ്ടി പോവാണ്. എല്ലാവരും നടക്കുക കേട്ടോ. ഈ ആൾക്കാരൊക്കെ നടക്കുകയാണ്. കയറി കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറി. കണ്ടില്ലേ ഈ മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്.
കാര്യം ലൈനിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നേരെ വീഡിയോ ഒന്ന് കണ്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു സെയിം ലിങ്ക് ഞാൻ കോപ്പി ഇട്ട് കൊടുക്കാം. അത് പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടോ കേട്ടോ. സെയിം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത അതേ വീഡിയോ തന്നെ. കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ചെയ്ത സെയിം വീഡിയോ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ നടന്ന് മുഴുവനായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. നേരെ അവിടത്തേക്ക് കേട്ടോ. ഇവിടേക്ക് കളർഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ വലിയ മാറ്റം കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ട്. അത് തന്നെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നേരെ പോട്ടെ. ഓൾമോസ്റ്റ് എൻട്രൻസ് എത്തി. ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? കയറി കേട്ടോ. എൻട്രൻസിൽ കയറി. കണ്ടില്ലേ? നിറച്ച ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസാദം, നമ്മളിന്ന് വാങ്ങിയ പ്രസാദം വേണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ അമ്പലത്തിൽ വരുന്നവർ പ്രധാനമായിട്ട് ഇതുപോലെ ഒരു കുതിര ഉണ്ടാവും കേട്ടോ അവരുടെ കയ്യിൽ. ബാബ രാംദേവ് കുതിരപ്പുറത്ത് വന്നു എന്നാണ് ഒരു പഴയൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ എല്ലാവർക്കും ഒരു കുതിര ഉണ്ടാവും. ആ കുതിര ഇവിടെ ടെമ്പിളിൽ അവർ സമർപ്പിക്കും. നമ്മൾ ഈ ഒരു കാണിക്കൊക്കെ കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇവരിവിടെ കുതിരയാണ് സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കയറി പോകാം കേട്ടോ. സ്റ്റെപ്പ് കയറി പോകാൻ ഒരുപാട് സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. ഒരുപാട് മഴ പെയ്തെങ്കിലും ഇവിടെ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫൈനലി ഫ്രണ്ട് ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫുള്ള് കളർഫുൾ കേട്ടോ. ഈ ഒരു കളറാണ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇവിടം വരെ നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. കണ്ടില്ല, എല്ലാവരും അകത്തേക്ക് പോകാനാണ് പറയുന്നത്. ആൾക്കാരൊക്കെ കണ്ടില്ലേ. ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് അല്ല. കണ്ടില്ലേ? വീഡിയോഗ്രാഫി CCTV അണ്ടർ CCTV ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഫുള്ള് കണ്ടോ, കളർഫുള്ളാണ് ഇവിടെ. നേരെ ഉള്ളിലേക്ക് പോട്ടെ. ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നടന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വന്നു. കണ്ടില്ല? അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു. അത്രേ ഉള്ളൂ കേട്ടോ. സമയം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ, ജനങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് കുറേ സമയം നമുക്ക് കിട്ടില്ല എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രമേ ഉള്ളിൽ കിട്ടിയിട്ടുള്ളൂ. ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് എവിടുന്നോ വന്നു കേട്ടോ. ഇവർ കയ്യിൽ കാര്യങ്ങളും കണ്ടില്ലേ. ഒരു നേരെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് പോവാണ്. ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു സംഭവമൊക്കെ ഒന്ന് കാണണം. നടന്ന് ഈ ഒരു വഴിയൊന്ന് നടന്ന് കണ്ടിട്ട് വേണം നേരെ പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ജസ്റ്റ് ഈ ഒരു വഴിയിലെ കാഴ്ചകളും കാണിച്ചിട്ട് വീഡിയോ നിർത്തുകയാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് വളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 50 രൂപയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടല്ലേ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാൻ കണ്ടില്ലേ. രാജസ്ഥാനികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. പിന്നെ അത്രയ്ക്ക് വില ഉണ്ടാവും, ഒരു 50 രൂപ 100 രൂപയ്ക്കാണ് വില. കണ്ടില്ലേ, രാജസ്ഥാൻ പീപ്പിൾ അവരെ കണ്ടോ. ഇവർ കൂടുതലായിട്ട് ഈ വളയും കാര്യങ്ങളൊക്കെ ധരിക്കുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ, ഈ ഒരു വെള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. ഇവിടെ മുഴുവൻ ഷോപ്പാട്ടോ, വെള്ളയും കാര്യങ്ങളും ഇതെല്ലാം കണ്ടില്ലേ. ഇതൊക്കെ എത്രയുള്ള 50 രൂപ 100 രൂപ ഇതൊക്കെ കണ്ടില്ലേ.